മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിസിക്സ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ നമ്മൾ ഇന്നലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസിനെ കുറിച്ച് കണ്ടു. ഫോഴ്സ് എന്താണെന്ന് കണ്ടു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന്. ഓക്കെ, ഡിഡ്ന്റ് യു നോട്ടിഫൈ ദ ഫിഗർ? അപ്പോൾ ഫിഗർ നോക്കി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സൈക്കിളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ കൊടുക്കും അല്ലേ. നമ്മൾ എന്തിനാണ് ഓയിൽ കൊടുക്കുന്നത്? പെട്ടെന്ന് നമ്മൾ എന്താണ് ഈ സൈക്കിളിൻ്റെ പെഡൽ നമ്മൾ ചവിട്ടും കുറച്ച് ഭാരം തോന്നാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്മൂത്തായിട്ട് നമുക്ക് ചവിട്ടി പോകാൻ പറ്റും അല്ലേ. ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് എന്താണ് നല്ല പെഡൽ വേഗം തന്നെ നമുക്ക് ചവിട്ടി പോകാൻ പറ്റും. അപ്പോൾ എന്തിനാണ് നമ്മൾ അതിന് ഓയിൽ കൊടുക്കുന്നതെന്നൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ പാടോ എന്ന് നമുക്ക് നോക്കാം. Why don't we lubricate the axle of a bicycle wheel with oil? Roll a metal sphere or a rubber ball on a level ground. What happens to this motion? What may be the reason? Discuss and write your inference on the science diary എന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്കറിയാം എന്താണ് നമ്മൾ ഒരു ബോള് നമ്മൾ ഗ്രൗണ്ടിലേക്ക് റോൾ ചെയ്യുമ്പോൾ ലെവൽ ഗ്രൗണ്ടിലേക്ക് റോൾ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിൽക്കുമെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് അതിൻ്റെ കാരണം? അത് ഈ ഗ്രൗണ്ടും ഈ ബോളും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലെ. ഗ്രൗണ്ടും ബോളും തമ്മിൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഭൂമി ഈ ബോളിൻ്റെ ഭൂമിയുടെ മീതെ കൂടെ ഉരുളാണ് അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ മീതെ കൂടെ ഒന്ന് ഉരുണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കും? ഭൂമി ഈ ബോളിൻ്റെ മോഷൻ തടുക്കാൻ നോക്കും. എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സിന് ഓപ്പോസിങ് ഫോഴ്സാണ്. ആ ഭൂമി എന്താണെന്ന് നോക്കുന്നത് നമ്മൾ അനങ്ങുമ്പോൾ നമ്മൾ ചലിക്കുമ്പോൾ നമ്മുടെ ചലനം നിർത്താനാണ് നോക്കുക. ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സാണ് ഫ്രിക്ഷൻ നമുക്ക് തരാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ശരിക്കും ഓപ്പോസിറ്റ് ഫോഴ്സാണ്. അതിൻ്റെ നമ്മുടെ ചലനത്തെ തടുക്കുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബോൾ കുറച്ച് നേരം നീങ്ങി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ബോൾ അവിടെ നിൽക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതുപോലെ തന്നെ ഈ ഫ്രിക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ സൈക്കിളിൻ്റെ വീലിൻ്റെ അവിടെ നമ്മൾ ഓയിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സൈക്കിൾ റോഡിൽ പോകുമ്പോൾ സൈക്കിളും റോഡായിട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ് നമ്മളവിടെ ഒരു ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു പരിധി വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരാണ് വയ്ക്കുക. ഓക്കെ, നമ്മൾ പാഴേക്ക് വെള്ളം കോരുമ്പോൾ എന്ത് സംഭവിക്കുക? അവിടെ ആ പുള്ളി വെച്ചിട്ടാണ് കോരുന്നത് അല്ലേ. പുള്ളി വെച്ചിട്ട് കോരുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് പുള്ളിക്കൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കുന്ന കാണാറുണ്ട്. ഒരു ഇങ്ങനെ കരകരകരാന്നൊരു സൗണ്ട് വരും അല്ലേ. അത് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുമ്പോൾ ഒരു കരകരാന്ന് ഇത് ഭയങ്കര കിലികിലിയൊരു സൗണ്ട് വരും. പക്ഷെ നമ്മൾ ഓയിൽ വെച്ച് നമ്മൾ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ആ സൗണ്ടോട് മാറും. അതുപോലെ ഗേറ്റും ഒക്കെ നമ്മളിങ്ങനെ അങ്ങനെ നീക്കാന്നുണ്ടെങ്കിൽ കരകരാന്ന് നീക്കാനൊക്കെ ഭയങ്കര ഭാരമാണ്. അല്ലെങ്കിൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലിൻ്റെ ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ നീക്കാൻ പറ്റും. എന്നൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ആ ജോയിൻറ്റുകൾ തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജോയിൻറ്റ് തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റ് നമ്മൾ അങ്ങോട്ട് അനങ്ങുന്ന ജോയിൻ്റാണ് അല്ലേ. സൈക്കിളാണ് നമ്മളത് മൂവ് ചെയ്യണ സംഭവമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു മോഷൻ്റെ ഫലമായിട്ടാണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ടയറും റോഡുമായിട്ട് വേറെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ മോഷൻ്റെ ഭാഗമായിട്ട് എന്താണ് അനങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആ പെഡലിൻ്റെ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറേ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വീർ ആൻഡ് ടിയർ സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനുകൾക്ക് കേടുപാടൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ കേടുപാടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെഷീൻ നിങ്ങൾക്കറിയാം, തയ്ക്കുന്ന മെഷീൻ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അമ്മമാർക്ക് തയ്ക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അതിൻ്റെ ചില പാർട്സിലൊക്കെ ഒഴിച്ചു കൊടുക്കും. അതെന്തിനാണ്? അതും ഈ ഫ്രിക്ഷൻ ഫോഴ്സിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലിൻ്റെ പ്രയോഗം നമ്മൾ നടത്തുന്നത്. അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്തതെന്ന് വെച്ചെങ്കിൽ ഒരു ബുക്ക് നിങ്ങൾ ടേബിളിൽ പ്ലേസ് ചെയ്യും. ഒരു വുഡൻ ടേബിളിൽ ഒരു ബുക്ക് നിങ്ങൾ പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ടിൽറ്റ് ടേബിളിൽ ലിറ്റിൽ ചെറിയതായിട്ട് ആ ടേബിൾ ഒന്ന് പൊക്കുക, ചെറുതായിട്ട് പൊക്കുക. ആ ബുക്കിന് എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ല അല്ലേ. നമ്മൾ ടേബിളിൽ ബുക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പൊക്കി കഴിഞ്ഞാൽ ബുക്ക് സാധനമാറ്റൊന്നും വലിയ ബുക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ട്രൈ ടു ടിൽറ്റ് ടേബിൾ ലിറ്റിൽ മോർ, കുറച്ചുകൂടെ എടുക്കുന്ന പൊക്കി കഴിഞ്ഞാൽ സംഭവിക്കുക മറ്റൊരു ബുക്ക് ഊർന്ന് നിലത്തേക്ക് വീഴും അല്ലേ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? അപ്പോൾ ആദ്യം നമ്മൾ പൊക്കിയപ്പോൾ ബുക്ക് വീഴാഞ്ഞത്, രണ്ടാമത് കുറച്ച് ഉയരത്തിൽ പൊക്കിയപ്പോൾ ബുക്ക് വീണു. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ ബുക്കും ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കും ഈ ടേബിളും തമ്മിൽ കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. ബുക്ക് ടേബിളിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, ബുക്കും ഈ ടേബിളും തമ്മിൽ കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഗർ എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫിഗർ. ഇതെന്താണ്? കോണ്ടാക്റ്റിലുള്ള
സ്ഥലമാണ് എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഡിഡ് യു നോട്ടീസ് എ ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് മൗണ്ട്സ് ആൻഡ് പിറ്റ്സ് ഓൺ ദർ സർഫസ്. ഈ ബെഞ്ചിൻ്റെ പുറത്ത് എന്തുണ്ടാവും, കുറേ എന്താണ് ചെറിയിട്ടുള്ള ഹോൾസ് അല്ലെങ്കിൽ പിറ്റ്സ് ഉണ്ടാവും. ചെറിയായിരിക്കും. എന്ത് ചെയ്യുക, ഇതും ഈ ബുക്കും തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇതൊക്കെ ഇൻ്റർലോക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കുറച്ചൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ ബുക്കിന് സ്ഥാനമാറ്റം സംഭവിക്കാത്തത്. പക്ഷേ ഒന്നുമില്ല, ഉയരത്തിൽ പൊക്കിക്കഴിഞ്ഞാൽ ബുക്ക് താഴേക്ക് വീഴുകയും ചെയ്യും. These two surfaces are contact with each other. എന്തുകൊണ്ടാണ്, ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എന്താണ്, ഈ ബുക്കും ഈ ടേബിളും തമ്മിൽ കോൺടാക്റ്റിലാണ് അല്ലേ. ബുക്കിൻ്റെ പുറത്താണ് ടേബിൾ ഇരിക്കുന്നത്, സ്മൂത്ത് സർഫസ് അല്ല. ഈ ടേബിളും കുറച്ച് പിറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബുക്കും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇല്ലെങ്കിൽ സംഭവിക്കുക നമ്മുടെ ബുക്ക് വീഴില്ല. കാരണം എന്താണ്, ഈ ബുക്കും ഈ ടേബിളും തമ്മിൽ കോൺടാക്റ്റിലാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ചെറുതായിട്ട് പൊക്കിയപ്പോൾ ഈ ബുക്ക് വീഴാഞ്ഞത്. When we try to move a body by applying a parallel force to the surfaces, an opposing force is experienced. എന്താണ്, നമ്മൾ ഈ ഒരു ബോഡിക്ക് പാരലൽ ആയിട്ടൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ബോഡിക്ക് നമ്മൾ പാരലൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും, ഈ ഫോഴ്സിനെ തടുക്കാൻ നോക്കും. ഓക്കെ, നമ്മൾ ഈ ബോഡി ഈ ഫോഴ്സിനെ തടുക്കാൻ നോക്കും. അങ്ങനെ ആ തടുക്കാൻ നോക്കണ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ടേബിൾ വിശദീകരിച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. When a body moves or tends to move on the surface of another body, ഓക്കെ, എന്താണ്, ഒരു ബോഡിയുടെ മീതെ നിന്ന് അനങ്ങാൻ ശ്രമിക്കുന്ന ബോഡി. ഇപ്പോൾ ടേബിളും ബുക്കായിട്ട് എടുക്കുക. ഇപ്പോൾ ടേബിളിൻ്റെ മീതെയാണ് നമ്മുടെ ബുക്ക് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ടേബിളിൻ്റെ മുകളിലിരുന്ന ബുക്ക് നമ്മൾ അനക്കാൻ നോക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ അനക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അനക്കാനായിട്ടൊരു പാരലായിട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല, ആ ബോഡിക്ക് പാരലായിട്ടൊരു ഫോഴ്സ് കൊടുക്കും. പാരലായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ സംഭവിക്കുക, എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് പാരലൽ ടു ദ സർഫസ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, നമ്മളൊരു ഇപ്പോൾ ടേബിളും പാരലൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഇപ്പോൾ ടേബിളും ബുക്കും ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ പാരലൽ. ഓക്കെ, ഇപ്പോൾ ഇത് പാരലൽ ഫോഴ്സ് ആണ് കണ്ടത്. ഇതിനായി ഈ ഡസ്റ്ററും ഈ ബോക്സും തമ്മിൽ ഒരു പാരലൽ ഫോഴ്സ് ആണ്. ഓക്കെ, നേരെ പോലെ ഫോഴ്സ് അല്ലെ ഈ ഡസ്റ്റർ, ഇത് ഇങ്ങനത്തെ ഫോഴ്സിനെയാണ് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പോണ ഫോഴ്സിന് രണ്ട് ബോഡിയും തമ്മിൽ പാരലൽ ലൈൻസ് എങ്ങനെയാണ്, പാരലൽ ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈൻസ് ആണ് പാരലൽ ലൈൻസ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഫോഴ്സിനെയാണ് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന ഫോഴ്സ്. അപ്പം എന്താ, നമ്മളൊരു ബോഡി, ഓക്കെ, സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം, when a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them. This is called friction. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ഡസ്റ്റർ ഞാൻ എന്താണ്, ഈ ഡസ്റ്റർ ഉണ്ടോ, ഞാൻ ഡസ്റ്റർ ചെറുതായിട്ട് ചെരിച്ചപ്പോൾ ഡസ്റ്ററിന് കണക്കം ഉണ്ടോ ഇല്ലല്ലേ. ഓക്കെ, ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു, ഡസ്റ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ ചെറുതായിട്ട് ചെരിച്ചു, എന്താണ്, ഇപ്പോഴും ഡസ്റ്റർ അനങ്ങുന്നില്ല. കാരണം എന്താണ്, ഈ ഡസ്റ്ററും ഈ ബോക്സും തമ്മിൽ കോണ്ടാക്റ്റ് ആണ് അല്ലേ, കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡസ്റ്റർ ഞാൻ ഇതായിട്ടൊന്ന് ചെരിച്ചപ്പോഴും കേട്ടോ ഡസ്റ്റർ അനങ്ങുന്നില്ല. പക്ഷെ ഞാൻ എന്താ ഉള്ളും ചെരിച്ച് കഴിഞ്ഞാൽ ഡസ്റ്റർ താഴെ വരും അല്ലേ. ബുക്കിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ ഒരു ബോഡി വേറൊരു ബോഡിയുടെ മീതേക്കൂടെ അനങ്ങാൻ അല്ലെങ്കിൽ എന്താണ് അനങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അനങ്ങുകയാണ്. അങ്ങനെ അനങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ രണ്ട് ബോഡികളുടെ ഇടയിൽ ഒരു പാരലൽ ഫോഴ്സ് അനുഭവപ്പെടും അല്ലേ. ഞാൻ ഈ വസ്തുവിൻ്റെ മീതേക്കൂടെയല്ലേ നിൽക്കണേ. അപ്പോൾ ഈ രണ്ട് ബോഡികളുടെ ഇടയിൽ ഒരു പാരലൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. ഈ ഫോഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡസ്റ്ററിൻ്റെ മൂവ്മെൻറ്റിനെ തടുക്കാൻ നോക്കും, ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഓക്കെ, അന്നിങ്ങനെ ഒപ്പോസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള മോഷൻ ഇല്ലാതാക്കാൻ നോക്കും. അപ്പം അങ്ങനെ അനുഭവപ്പെടുന്ന ഫോഴ്സിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് അങ്ങനെ മനസ്സിലാലോചിക്കാം. when a body moves, body is duster, when a body moves or tend to move, ഒന്നുമല്ല അനങ്ങാൻ അല്ലെങ്കിൽ അനങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ്, ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി. അപ്പം അനദർ ബോഡി എന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ മീതെയുള്ള ഡസ്റ്റർ അനങ്ങാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരുടെ ഇടയിൽ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അനുഭവപ്പെടും. എന്താണ് പറഞ്ഞുള്ളത്, എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് പാരലൽ ടു ദ സർഫസ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും ചെയ്യുക, ഇവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള അനക്കത്തെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും, തടുക്കാൻ നോക്കും. ഈ ഡസ്റ്ററിനെ ഇതിൻ്റെ മീതേക്കൂടെ പോകാനുള്ള മോഷനെ തടുക്കാൻ നോക്കും. ഓക്കെ, ആ തടുക്കാൻ നോക്കണതിനെ പറയുന്നതാണ് ഫ്രിക്ഷൻ. അപ്പം അതുകൊണ്ടാണ് എന്ത്, ഈ ഫ്രിക്ഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോഴും കണ്ടോ ഇത് വീഴാഞ്ഞത്. മനസ്സിലായോ. അപ്പോൾ ഈ ബോഡിയിൽ എന്താണ്, ഈ ചോക്ക് പോയി ഡസ്റ്റർ ഇവിടെ നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നീങ്ങാൻ പറ്റുന്നത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വെച്ചേക്കാണ്, ജസ്റ്റ് ആയിട്ടൊന്ന് ചേരിച്ചു. അപ്പോൾ എന്താ, ഈ ഡസ്റ്റർ ഈ ചോക്ക് ബോക്സിൻ്റെ ഈ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ മീതയുടെ അനങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവരുടെ ഇടയിൽ ഒരു പാരലൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് അനുഭവപ്പെടും.
ഓക്കെ. ആ ഫോഴ്സ് എന്ത് ചെയ്യുക, ഈ ബോക്സ് നമ്മളുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, ഈ ഡസ്റ്ററിൻ്റെ മോഷനെ തടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും അത് അനങ്ങാൻ സാധിക്കില്ല. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ഒരു പരിധി വരെ കിട്ടുള്ളൂ, നഷ്ടപ്പെടും. അത് നോക്കി അപ്പോൾ എന്ത് സംഭവിക്കും, ബോഡി മൂവ് ചെയ്യാൻ നോക്കും. ഓക്കെ. അപ്പം എപ്പോഴും ഓർക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സാണ് നമ്മുടെ ചലനത്തെ തടുക്കാൻ നോക്കുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ മീതിയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഭൂമി എന്താ ചെയ്യുന്നത്, ഭൂമി നമ്മുടെ മോഷനെ തടുക്കാനാണ് നോക്കുക. അപ്പോൾ നമ്മൾ നടക്കും തോറും താഴ്ത്തുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഓടുമ്പോൾ നമ്മൾ എന്താ പറയുക, ഓടുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. കൈ ഇങ്ങനെ വെച്ചിട്ട് ഓടണം എന്നൊക്കെ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരും. കാരണം എന്താണ്, അത് ഈ കാറ്റിൻ്റെ ഇതിനെ തടുക്കുക, അതേപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിന് കുറച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ഓടാൻ പറ്റുക. അപ്പോൾ അതിനുള്ള ടെക്നിക്സൊക്കെയാണ് നിങ്ങൾക്ക് ഈ സ്പൈക്കിൻ്റെ ഷൂസൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ യൂസ് ചെയ്യുന്ന, അതൊക്കെ ഒരു പരിധി കുറയ്ക്കാൻ വേണ്ടി, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈക്കിൻ്റെ ഷൂസൊക്കെ ഇട്ട് ഓടണം എന്ന് പറയുന്നത്. കാരണം സ്പൈക്ക് മറ്റേ സാധാ ഷൂസ് ഉപയോഗിക്കുമ്പോൾ സാധാ ചപ്പലിട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പലിൻ്റെ ഈ ചെരുപ്പിൻ്റെ എല്ലാ ഭാഗവും എർത്തായിട്ട് കോണ്ടാക്ട് വരും അല്ലേ. അപ്പോൾ എന്താ, ഫ്രിക്ഷൻ ഫോഴ്സ് കൂടും, നമുക്ക് ഓടാൻ കൂടുതൽ ഭാരമായിരിക്കും. പക്ഷേ സ്പൈക്ക് ആകുമ്പോൾ കുറച്ച് മുള്ളുകൾ പോലെയാണ്. ആ മുള്ളുകൾ മാത്രമേ നമ്മൾ എന്താ ടച്ച് ചെയ്യുന്നുള്ളൂ, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ. ഷൂ മൊത്തത്തിൽ ടച്ച് ചെയ്യില്ല, ആ സ്പൈക്കുകൾ മാത്രം ടച്ച് ചെയ്യും. അപ്പോൾ എന്താ, ഈ ടച്ച് ചെയ്യുന്ന പോർഷൻ ഭൂമിയായിട്ടുള്ളത് കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക, കുറച്ചുകൂടെ സ്പീഡിൽ ഓടാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഓട്ടക്കാരൊക്കെ സ്പൈക്ക് ഷൂസൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ക്രിക്കറ്റ് കളിക്കാരെല്ലാവർക്കും നിങ്ങൾക്ക് സാധാ ഷൂസ് എല്ലാവരും സ്പൈക്കുള്ള ഷൂസ് യൂസ് ചെയ്യുന്നുണ്ട്. രഹസ്യം ഇതാണ്, എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് മനസ്സിലായില്ല, ജസ്റ്റ് വായിച്ചു നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ എല്ലാ എന്താണ് കോൺടാക്ട് ഫോഴ്സുകളിലും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ബോള് ഇപ്പോൾ നെത്തേട് വിട്ടാന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ട്രോളി ഭൂമിക്ക് വിട്ടാണെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ കോൺടാക്റ്റിലിരിക്കുന്ന ഫോഴ്സുകൾക്കൊക്കെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഇനി പല ടൈപ്പുള്ള ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനത്തെ ഫ്രിക്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഇൻ വിച്ച് 2 children are trying to move a log. ഒരു തടി കഷ്ണം 2 പിള്ളേർ കൂടി നീക്കാൻ നോക്കുകയാണ്. 2 രീതിയിലാണ് നീക്കുന്നത്. ഒന്നൊരു വലിയ തടി കഷ്ണം 2 പിള്ളേർ കൂടി തള്ളി ഇങ്ങനെ നീക്കാൻ നോക്കുന്നു. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് തടി വലിച്ച് നീക്കാൻ നോക്കും അല്ലേ. 2 മെത്തേഡ് നിങ്ങൾക്ക് കാണാം. ഏത് മെത്തേഡ് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് തടി നീങ്ങിപ്പോരാ, ഏത് മെത്തേഡ് ചെയ്യുമ്പോഴായിരിക്കും ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഉത്തരം നമുക്ക് നോക്കാം. Which of these method is easy in moving objects by dragging or by rolling? വലിക്കുന്നതാണോ ഉരുട്ടുന്നതാണോ വലിക്കുന്നതാണോ എളുപ്പം എന്നാണ് ചോദ്യം. ഓക്കെ. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. പ്ലേസ് എ വുഡൻ ബ്ലോക്ക് ഓൺ എ പോളിഷ്ഡ് ടേബിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗർ തന്നിട്ടുണ്ട്, ഒരു വുഡൻ ബ്ലോക്ക് നിങ്ങൾ പോളിഷ്ഡ് ടേബിളിന് മീതെ വെക്കാം. പോളിഷ് ചെയ്ത ടേബിൾ ആയിരിക്കും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ആ ടേബിളിന് എന്തായിരിക്കും, പോളിഷ് ചെയ്തുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവായിരിക്കും ആ ടേബിൾ. അതാണ് പോളിഷ്ഡ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു സ്മൂത്ത്നെസ് ആയിരിക്കുമല്ലോ അവിടെ ഉള്ളത്. Tie a string at one end of the wooden block and hang a pan on the other end. അപ്പോൾ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു പുള്ളി വെച്ചിട്ട് എന്താ ഒരു വുഡൻ ബ്ലോക്ക്, ഒരു നൂല് വെച്ചിട്ട് വുഡൻ ബ്ലോക്ക് നമ്മൾ കെട്ടി, അതിൻ്റെ ഒരു പുള്ളി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു പാനെ നമ്മൾ കെട്ടി. ഓക്കെ. ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോ ദ സ്ട്രിങ് ടു പാസ് ത്രൂ ദ പുള്ളി, പാസ് അയൺ. എന്താ, അപ്പോൾ ആ പുള്ളിയുടെ മീതെ ഈ സ്ട്രിങ് നമ്മൾ കെട്ടിയില്ലേ, ഒരറ്റം വുഡൻ ബ്ലോക്കിനെ ഒരറ്റം ഈ പാനിനെ കെട്ടിയാണ് വള്ളി നിങ്ങൾ ഈ പുള്ളിയുടെ മീതേക്കടെ വെക്കുക. എന്നിട്ട് ഈ പാനിൽ നിങ്ങൾ ഓരോ അയൺ നെയിൽസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു ഇരുമ്പാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ആ പാനിൽ വെയിറ്റ് കൂടും. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, വെയിറ്റ് കൂടിയുള്ള സ്ഥലത്തേക്ക് പുള്ളി ഇങ്ങനെ താഴും അല്ല. നമ്മൾ കിണറിൽ വെള്ളം കോരുന്ന മാതിരി തന്നെ എന്താണ്, ഇവിടെ നമ്മൾ പാത്രത്തിലേക്ക് അയൺ നെയിലാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടിയ ഭാഗത്തേക്ക് പുള്ളി ഇങ്ങനെ എന്താണ്, ഈ സ്ട്രിങ് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും അല്ലേ. ഒബ്സർവ് ദി നമ്പർ ഓഫ് നെയിൽസ് പ്ലേസ്ഡ് വെൻ ദ വുഡൻ പീസ് ബിഗാൻ ടു മൂവ്. എന്താണ്, ഈ വുഡൻ ബ്ലോക്ക് നീങ്ങാൻ തുടങ്ങിയ സമയം എത്ര ആണിയിട്ടുമ്പോഴാണ് ഈ വുഡൻ ബ്ലോക്ക് നീങ്ങാൻ സ്ഥലത്ത് നിന്ന് പയ്യെ നീങ്ങാൻ തുടങ്ങിയത് നോക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്താണ്, ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യണം. റിപ്പീറ്റ് എക്സ്പെരിമെൻറ്റ് പ്ലേസിംഗ് 2 cylindrical pencils between the wooden block and the table perpendicular to the direction of motion. ഇപ്പം എന്ത് ചെയ്യുക, ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിഗർ കൊടുത്തിട്ടില്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് വരച്ച് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ച് കാണിച്ചത് അല്ല, ഇങ്ങനെ പറഞ്ഞു. ഓക്കെ. ഇപ്പം എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ,
അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആക്കി എടുക്കുക അല്ലേ. ഇത് ടേബിളായിട്ട് അസ്യൂം ചെയ്യാം. ഇത് നിങ്ങളുടെ വുഡൻ ബ്ലോക്കായിട്ട് അസ്യൂം ചെയ്യാം. നമ്മൾ ഒരു പുള്ളി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ അയ്യെണ്ണയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അയ്യെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നതോടെ എന്താണ് ഇങ്ങനെ പയ്യെ ഇത് നീങ്ങാൻ തുടങ്ങും അല്ലേ. ഇനി എന്താണ് ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ വുഡൻ ബ്ലോക്കിൻ്റെയും ടേബിളിൻ്റെയും ഇടയിൽ സിലിണ്ടറിക്കലായിട്ടുള്ള 2 പെൻസിൽ വെച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പെൻസിലില്ലാത്തതുകൊണ്ട് പേന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, 2 പേന എടുത്തിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കണം. ഓക്കെ, ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ ഷേപ്പൊന്നും വരയ്ക്കാനുള്ള ഒരു സിലിണ്ടറിൻ്റെ പോലത്തെ ഷേപ്പിലുള്ള 2 പേനകൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടേബിൾ ഉണ്ടാവും, ഈ ബോക്സ് ടേബിളായിട്ട് സങ്കല്പിക്കുക. ഈ ടേബിളിൻ്റെയും ഈ വുഡൻ ബ്ലോക്കാണിത്, വുഡൻ ബ്ലോക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, പാരലായിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, കണ്ടോ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് സെയിം റിപ്പീറ്റ് സെയിം സ്റ്റെപ്പിൽ റിപ്പീറ്റ് ചെയ്യാൻ പോണ്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഈ വുഡൻ ബ്ലോക്കും ഈ പാനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 9 നെയിൽസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ കാണിക്കുമ്പോൾ തന്നെ ഇത് ഈ ഡസ്റ്റർ നീങ്ങുന്നുണ്ടാക്കണ്ട. ഞാൻ നെയിൽസ് ഒന്നും ഇട്ടുമ്പോൾ എന്താ, നിങ്ങൾ ഈ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ വുഡൻ ബ്ലോക്ക് നീങ്ങും അല്ലേ, പെട്ടെന്ന് തന്നെ വുഡൻ ബ്ലോക്ക് നീങ്ങും. മറ്റേതാണെങ്കിലോ വുഡൻ ബ്ലോക്ക് നീങ്ങാനായിട്ട് കുറയും. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കേസിനെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ കണ്ടീഷനിൽ നോക്കിയാണ്ടോ ഈ ഡസ്റ്റർ ഈ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ മീത് സുഖമായിട്ട് അനങ്ങുന്നുണ്ട് അല്ലേ. ഞാൻ വെറുതെ ജസ്റ്റ് ടിൽറ്റ് ചെയ്ത് ചെരിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഡസ്റ്റർ ഉണ്ടോ ഇങ്ങനെ ഓടിക്കളിക്കാം. ഞാൻ പേന നീക്കിയിട്ടുള്ളത് കാണിച്ചു തരാം. പേന നീക്കിയിട്ട് ഞാൻ ചെരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നത് നോക്കാം. പേന നീക്കി ഉണ്ടോ, എന്താണ് വല്ല അനക്കം സംഭവിക്കുന്നുണ്ടോ? അനക്കൊന്നും സംഭവിക്കുന്നില്ല അല്ലേ. ഡസ്റ്റർ അതിൻ്റെ മീത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പെൻസിലിൻ്റെ മീത് വെച്ചപ്പോൾ ഈ 2 സിലിണ്ടറിക്കലായിട്ടുള്ള പേനയുടെ മീത് ഡസ്റ്റർ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ഡസ്റ്റർ എളുപ്പത്തിൽ നീങ്ങുന്നു അല്ലേ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പെരിമെൻ്റ് വഴി ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 ആണി ഇടുമ്പോഴേക്കും ഈ വുഡൻ ബ്ലോക്ക് നീങ്ങിപ്പോരും. പക്ഷെ മറ്റേ എന്താണ്, നിങ്ങൾ പെൻസിൽ ഇല്ലാണ്ട വെച്ചുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പെൻസിൽ ഇല്ലാണ്ട വെച്ചുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ ഒരു 10 ആണി ഇട്ടാലാണ് ഈ വുഡൻ ബ്ലോക്ക് നീങ്ങുള്ളൂ. പക്ഷെ പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ വുഡൻ ബ്ലോക്ക് നീങ്ങാൻ നമ്മൾ 2-3 ആണി ഇടുമ്പോഴേക്കും വുഡൻ ബ്ലോക്ക് പെട്ടെന്ന് നീങ്ങും. അതാണ് ആ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ നീക്കാനുള്ള വ്യത്യാസം കണ്ടോ, പെൻസിൽ വെച്ചപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നീക്കാൻ പറ്റി അല്ലേ. 2 സിലിണ്ടറിക്കലുള്ള പെൻസിൽ 2 സിലിണ്ടറിക്കലുള്ള വസ്തുക്കൾ വെച്ചപ്പോൾ ഈസി ആയിട്ട് നീക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ തടിയൊക്കെ കയറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടിയിലേക്ക് തടിയൊക്കെ കയറ്റുമ്പോൾ 2 തടി ഇങ്ങനെ പാരലായിട്ട് വയ്ക്കും. അത് നമ്മൾ ഉരുട്ടിയാണ് കയറ്റുക അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അറിയില്ല, തടിയൊക്കെ നമ്മൾ റോൾ ചെയ്താണ് കയറ്റുന്നത്. ഓക്കെ, വലിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭാരമായിരിക്കും. തടി കഷ്ണത്ത് വലിച്ച് നീക്കാൻ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും. പക്ഷെ നിങ്ങൾ ആ തടി കഷ്ണം തന്നെ നോക്കി നിങ്ങൾ ഉരുട്ടി വിടാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് നീക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വലിയ സിലിണ്ടർ കുറ്റി കുറ്റി എടുക്കുക, നിങ്ങൾ വലിച്ച് നീക്കാൻ, നറുകുറ്റി എടുക്കുക, വലിച്ച് നീക്കാൻ നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഉരുട്ടി നീക്കാൻ നോക്കുക. അപ്പോൾ എന്ത് തോന്നും, നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഡ്രാഗിങ്ങിനൊക്കെ നല്ലത് എന്ത് തന്നെയാണ്, റോളിംഗ് ആണ് നല്ലത്. ഓക്കെ, നീക്കാനായിട്ട്, വസ്തുക്കൾ നീക്കാനായിട്ട്. അപ്പോൾ ഈ സാധനം എക്സ്പെരിമെൻ്റ് പറഞ്ഞ് മനസ്സിലായല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൺ പ്ലേസിങ് ഹൗ മെനി നെയിൽസ് ഇൻ ദ പാൻ ഇൻ ദ വുഡൻ ബ്ലോക്ക്, അത് നമുക്കറിയില്ല, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ആണുകളുടെ എണ്ണം നമുക്കറിയില്ല. എന്താണ് അറിയണത്, നമ്മൾ പെൻസിൽ വെച്ചപ്പോൾ പെട്ടെന്ന് നീങ്ങി, ആണുകൾ കുറവായിരിക്കുന്നത് മാത്രമേ ഓർത്തിരുന്നത്. In which of the 2 situations the force applied to move the wooden piece is lesser? ഏത് സിറ്റുവേഷനിലാണ് ഫോഴ്സ് നമുക്ക് കുറവ് വേണ്ടത്? ഏത് സിറ്റുവേഷനിൽ കുറവ് വേണ്ടത്? ആ പെൻസിൽ വെച്ച് അല്ലെങ്കിൽ ആ പേന വെച്ച് നമ്മൾ വലിച്ചപ്പോഴാണ് നമുക്ക് ഫോഴ്സ് കുറച്ച് ഞാൻ നെക്സ്റ്റ് ടിൽറ്റ് ചെയ്തപ്പോഴേക്കും വുഡൻ ബ്ലോ ആ ഡസ്റ്റർ നീങ്ങാൻ തുടങ്ങി അല്ലേ. അല്ലാണ്ട് ഞാൻ പേന ഒഴിവാക്കി വെച്ചപ്പോഴോ നെക്സ്റ്റ് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ഡസ്റ്റർ നീങ്ങി കൂടിയില്ല അല്ലേ. അപ്പം പേന വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ അത് 2 പെൻസിൽ വെച്ച് നീക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ നീങ്ങി. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷനിലാണ് പെട്ടെന്ന് നീങ്ങിയത്. When was it necessary to apply more force while sliding the wooden piece or while rolling it over the pencil? എപ്പോഴാണ് നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത്? വെറുതെ സ്ലൈഡ് ചെയ്യുക. അപ്പോൾ വെറുതെ വെക്കാന്ന് വെച്ചാൽ നമ്മൾ വലിക്കാനേണ്ട തുല്യമാണ് അല്ലേ. വെറുതെ വെക്കുമ്പോഴാണോ അതേ ആ പെൻസിലിൻ്റെ മീതെ വെച്ച് നമ്മൾ റോൾ ചെയ്ത് ആ പെൻസിൽ എന്താ സംഭവിക്കുക, പെൻസിൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ് അല്ലേ. സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ അറിയില്ലേ, ഇങ്ങനെയുള്ളൊരു വേറെ ഇങ്ങനെ ഷേപ്പാണ് സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ലെവലായിട്ടുള്ള സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള സർക്കിൾ പോലെ ഇങ്ങനെ ഷേപ്പ്, നമ്മുടെ പൈപ്പൊക്കെ PVC പൈപ്പൊക്കെ ഇതാണ് സിലിണ്ടർ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ മീതെ വെച്ച് സംഭവിക്കുക റോളാണ് ചെയ്യുന്നത്. ഈ എന്താ ചെയ്യുക, ഈ പെൻസിൽ നമ്മളിങ്ങനെ വെച്ചപ്പോൾ പെൻസിൽ ഇങ്ങനെ കറങ്ങാണ് ചെയ്തത് അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ
എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എന്താണ് നിങ്ങൾ പെൻസിൽ ശ്രദ്ധിക്കുക. പെൻസിൽ എന്താ ചെയ്തത്? പെൻസിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ. 2 പാനെടുത്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ പെൻസിൽ നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെൻസിൽ കിടന്ന് റോൾ ചെയ്യാണ് ചെയ്തത്, കറങ്ങാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പെൻസിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്ത് വയ്ക്കുള്ളൂ, അറിയാവുന്ന സാധനങ്ങളൊക്കെ ചെയ്താൽ മതി. കേട്ടോ, പെൻസിൽ റോൾ ചെയ്യും വെച്ച് കഴിഞ്ഞാൽ കറങ്ങണേനെ പറഞ്ഞാൽ റോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ റോളിംഗ് ആണ്. എന്താണ്? റോൾ ചെയ്ത് കയറ്റാണ്. അതുപോലെ തന്നെ ഏതൊരു സാധനം നമുക്ക് റോൾ ചെയ്ത് കയറ്റാനാണ് എളുപ്പം. ഓക്കെ, റോൾ ചെയ്തപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ സാധനം തന്നെ ഉരുണ്ട് കയറും. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഒപ്പോസിങ് ഫോഴ്സ് ലെസ് ആയത്? ഈ ബോക്സും ഈ ഡസ്റ്റും തമ്മിൽ ഒപ്പോസിങ് ഫോഴ്സ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴാണ് ലെസ് വന്നത്? നമ്മൾ റോൾ ചെയ്തപ്പോൾ പെൻസിലിൻ്റെ മീത് വുഡൻ ബ്ലോക്ക് റോൾ ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ എടുത്തത്. ഇവിടെ എന്താ? ഇപ്പോൾ ഇത് ടേബിളാണിത്, ബോക്സ് ആണ്. ഇതൊക്കെ ഇത്രയും പോർഷൻ, ഈ ഡസ്റ്ററിൻ്റെ ഇത്രയും സർഫസ് ഏരിയ ഈ ടേബിളായിട്ട് കോൺടാക്റ്റിലാണ്. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത്രയും സ്ഥലത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. ഇത്രയും സ്ഥലത്ത് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് തിരിക്കുമ്പോൾ ഇത് താഴെ വീഴാത്തത്. പക്ഷെ നമ്മൾ പെൻസിൽ വെച്ചാൽ, നമ്മൾ പേന വെച്ചിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ടേബിളും ഈ ഡസ്റ്റും തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറയും. ടേബിളും ഡസ്റ്റും കോണ്ടാക്റ്റ് വരുന്നില്ല, ഈ ടേബിളും പെൻസിലും തമ്മിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഡസ്റ്ററും ഈ ബോക്സും തമ്മിൽ കണക്ഷനിൽ വന്നിട്ടുണ്ടാവും, കോണ്ടാക്ട് വന്നിട്ടുണ്ടാവും ഇല്ല. കാരണം എന്താ? ഇടയ്ക്ക് നമ്മൾ 2 പെൻസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബോക്സും ഈ പെൻസിലും തമ്മിലാണ് കോണ്ടാക്ട് വരുന്നത്. അതിൻ്റെ സർഫസ് ഏരിയ വയ്ക്കുക, പെൻസിലിൻ്റെ സർഫസ് ഏരിയ ചെറുതാണ്, കുറച്ച് ഭാഗമാണ് എന്താണ് കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറവായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വേഗത്തിൽ നീക്കാൻ പറ്റുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ നീക്കാൻ പറ്റും. അപ്പോൾ അതാണ് അപ്പോൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏത് ഫോഴ്സാണ് നല്ലത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണോ, ഏതാണ് നമുക്ക് തടി? റോളിംഗ് ആണോ ഡ്രാഗിങ് ആണോ നമുക്ക് എളുപ്പത്തിൽ ഒരു സാധനം മൂവ് ചെയ്യാൻ പറ്റുക? റോളിംഗ് ആണ് എളുപ്പത്തിൽ ഒരു സാധനം മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തടി കഷ്ണങ്ങളൊക്കെ കുറിച്ച് കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക, അവർ ഉരുട്ടിയായിരിക്കും കയറ്റണേ. അവർ വലിച്ചല്ല, ഒരാൾ ലോറിയുടെ മുകളിൽ നിന്ന് തടിക്കഷ്ണം വലിച്ചല്ല കയറ്റണേ, അവർ താഴെ നിന്ന് ഉരുട്ടിയായിരിക്കും കയറ്റണേ. കാരണം എന്താണ്? ഉരുട്ടി കയറ്റുമ്പോഴാണ് ഫ്രിക്ഷൻ ഫോഴ്സ് കുറയുന്നത്. അപ്പോഴാണ് അവർക്ക് എളുപ്പത്തിൽ കയറ്റാൻ പറ്റുക. ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയും തടിയും കയറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. When a body, ഇപ്പോൾ എന്താ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, when a body rolls over the surface of another body, the force of friction which originates is rolling friction. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിൻ്റെ മീത് ഒരു ബോഡി റോൾ ചെയ്യണം, ഉരുണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്താണ്? ഈ ടേബിൾ ബോക്സിൻ്റെ മീതെ ഈ പേന ഉരുളാണ് അല്ലേ. when a body rolls over the surface of another body, ഈ ബോക്സിൻ്റെ മീതെ ഈ പേന കിടന്ന് ഉരുളുന്നു. അപ്പോൾ എന്ത് ഫ്രിക്ഷനാണ് വന്നത്? അപ്പോൾ ഇവിടെ റോളിംഗ് ഫ്രിക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, when a body slides on the surface of another body, the force of friction which originates is called sliding friction. ഓക്കെ, അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന ഫ്രിക്ഷൻ കണ്ടു, ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്? ഇങ്ങനെ ഇങ്ങോട്ട് സ്ലൈഡാണ് ചെയ്യുന്നത്, ഇത് സ്ലൈഡിങ് ഫ്രിക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഏത് ഫ്രിക്ഷനാണ് കുറവ്? റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും എപ്പോഴും കുറവ്. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തു നമ്മൾ കയറ്റാനായിട്ട് നമുക്ക് റോളിംഗ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറ്റാൻ പറ്റുക. ഓക്കെ, അപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, wheels are used in vehicles to reduce friction. Identify the situation where there is a reduction of friction as a result of rolling and write them down in your science diary. അപ്പോൾ റോൾ ചെയ്യുമ്പോഴാണ് ഫ്രിക്ഷൻ കുറയാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ വീൽസ് ഒക്കെ. വെഹിക്കിളിൻ്റെ വീലൊക്കെ എന്ത് ഷേപ്പിലാണ്? സർക്കിളിൻ്റെ ഷേപ്പിലാണ്. സൈക്കിളിൻ്റെ വീലും വണ്ടികളുടെ വീലും എല്ലാവരും സർക്കിളിൻ്റെ ഷേപ്പിലല്ലേ, സർക്കിൾ ഷേപ്പിലെ റോൾ ചെയ്ത് ഉരുളാല് കിടന്ന് ടയർ ഉരുളും. ടയർ മണ്ണി കിടന്ന് ഉരുളാണ് ചെയ്യുന്നത്, അത് വലിയാണ് ചെയ്യുന്നത് അല്ല. ഉരുളുമ്പോൾ എന്താ സംഭവിക്കുക? ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് അതും ഇതായിട്ട് തന്നെ കോണ്ടാക്റ്റ് കുറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അടുത്ത്. ഓക്കെ, ഇപ്പം നിങ്ങൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഈ വീലിൻ്റെ ഈ ഒരു അറ്റം മാത്രമല്ലേ ഈ സൈക്കിൾ ഭൂമിയിൽ മുട്ടുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്താ? ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഇത്രയും സ്ഥലത്ത് മാത്രമേ ഇവിടെ ഫ്രിക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സൈക്കിളിൻ്റെ വീൽസ് ഒക്കെ കമ്പാരിറ്റീവ്ലി വലുതായിട്ട് വന്നത്. ഓക്കെ, വണ്ടികളുടെ വീൽസ് നമ്മൾ മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ചെറുതായാലും നമുക്ക് അധികം ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ സൈക്കിൾ നമ്മൾ ചവിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൈക്കിളിൻ്റെ വീല് ഈ സർക്കിളിൽ ഓരോ ട്രയാങ്കിളാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഇത് ചെയ്യും ഒരു ചവിട്ടി ചവിട്ടും, അപ്പോൾ ഇത് മറിയും, അടുത്ത ചവിട്ടി ചവിട്ടും, അടുത്തത് മറിയും. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ എടുത്താലും 10
ഇപ്പോൾ ഈ വീട്ടിൻ്റെ പടിക്കേക്ക് എത്താൻ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കേണ്ടി വരും ഇങ്ങനെ ട്രയാങ്കിൾ ആവുന്ന വീലെങ്കിൽ അല്ലേ. കാരണം എന്താണ് ഇവിടെ ഇത്രയും പോർഷൻ എന്താണ് ഇത്രയും പോർഷൻ എന്തായിട്ട് കോൺടാക്ട് വരാണ് എർത്തായിട്ട് കോൺടാക്ട് വരാണ്. അപ്പോൾ ഇത്രയും പോർഷനിൽ ഫ്രിക്ഷൻ വരും. അപ്പോൾ എന്താ നമുക്ക് ഭൂമിയെ വളരെ ഭാരമല്ലേ. അതുകൊണ്ടാണ് എല്ലാ വെഹിക്കിൾസിൻ്റെ വീലും സർക്കുലർ ഷേപ്പിൽ റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈക്കിളിൽ തന്നെ പോകുമ്പോൾ എന്താ കറങ്ങി വരുമ്പോൾ വീണ്ടും കുറച്ച് ഭാഗം ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും കറങ്ങി വരുമ്പോൾ കുറച്ച് ഭാഗം ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ. ഇത്രയും ഭാഗം എപ്പോഴും റോഡായിട്ട് ടച്ച് ചെയ്യേണ്ടാവുള്ളൂ, ഫ്രണ്ടിലെ വീലും ബാക്കിലെ വീലും അല്ലേ. അതെന്തുകൊണ്ടാണ് ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഐഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ പറയുന്നത് പേജ് ക്ലോസ് ആയി 1 മിനിറ്റ് നമ്മളത് കണ്ടു അല്ലേ. വെഹിക്കിൾസിന്റെ വീല് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ മെനി സിറ്റുവേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈനംദിന ജീവിതത്തിൽ എന്താണ് എല്ലാ ദിവസവും നമ്മൾ ഫ്രിക്ഷനായിട്ട് മുഖാമുഖം കാണുന്നുണ്ട്. നമ്മൾ നടക്കുമെങ്കിൽ പോലും എന്താണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. നമുക്ക് മനസ്സിലായി സൈക്കിൾ ഓടുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഒക്കെ വരുന്നത്. Given below are some situation where friction is beneficial and non-beneficial, they update them. അപ്പോൾ ഫ്രിക്ഷൻ നമുക്ക് ഒരു പരിധി വരെ എന്താണ് ഉപകാരത്തിൽ പെടും. ഓക്കെ, ഒരു പരിധി വരെ നമുക്കത് കുറച്ചൊക്കെ നമുക്കത് ഉപദ്രവമായിട്ട് തീരും, കുറച്ചൊക്കെ നമുക്ക് ഉപകാരമായിട്ട് തീരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കുന്ന ഈ ബോക്സ് തന്നിട്ട് ടാബ്ലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് ഉപകാരപ്പെടുന്ന എപ്പോഴാണ് ഇത് ഉപദ്രവമായിട്ട് മാറുന്ന എപ്പോഴാണെന്ന് നോക്കാം. striking a matchstick on the side of a matchbox. ഓക്കെ, നമുക്ക് തീപ്പെട്ടി നമുക്ക് കത്തിക്കണം എങ്ങനെയാണ്, നമ്മൾ മാച്ച് ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഉരസും അല്ലേ. അമ്മ മരുന്നുകൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ തീ കത്തും അല്ലേ. അത് ഫ്രിക്ഷനാണ് അല്ലേ, ഒന്നിൻ്റെ മീത് ഒന്ന് ഉരസാണ് നമ്മൾ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്, ഫ്രിക്ഷൻ്റെ ഫലമായിട്ടാണ് അത് കത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ, ഇത് ഉപകാരമുള്ള സംഭവമാണ് അല്ലേ. ഫ്രിക്ഷൻ്റെ ഇത് മൂലം നമുക്ക് തീപ്പെട്ടി നമ്മൾ തീ പെട്ടെന്ന് കത്തിക്കാൻ പറ്റും അല്ലേ. തീപ്പെട്ടി നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് തീയൊക്കെ പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതൊരു ഉപകാരമുള്ള സാധനമാണ്. ബെനിഫിഷ്യലിൻ്റെ അടിയിൽ നമുക്ക് എഴുതാം. ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിട്ട് വരുന്നത്, നോൺ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞത് അത്രയും ഉപകാരമല്ലാണ്ട് നമുക്ക് വരുന്നത്. വീർ ആൻഡ് ടിയർ ഓഫ് മെഷീൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ മെഷീൻസിലൊക്കെ എന്താണ് ഇപ്പോൾ കുറേ പാർട്സ് ഒക്കെ ഉണ്ട് അല്ലേ, ജോയിൻസ് ഒക്കെ ഉണ്ട്. ആ ജോയിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് വലിയ വലിയ മെഷീനുകളിലൊക്കെ കുറേ ജോയിൻസ് ഉണ്ടാവും. ആ ജോയിൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ജോയിൻസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ കൂടി കുറേ നാൾ വരുമ്പോൾ എന്താ, ഈ മെഷീൻ വീർ ആൻഡ് ടിയർ കേടുപാടുകൾ സംഭവിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയിട്ട് ഈ പാർട്സിലൊക്കെ വീർ ആൻഡ് ടിയർ സംഭവിക്കും. വീർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിക്കും മെഷീന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ വേറെ നന്നാക്കേണ്ടി വരും അല്ലേ. അതൊക്കെ വീർ ആൻഡ് ടിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വീർ ആൻഡ് ടിയർ സംഭവിക്കാൻ മെഷീനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്ട്. ഓക്കെ, വർക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ സമയത്ത് നോൺ ബെനിഫിഷ്യൽ ആണ് അല്ലേ. മെഷീനുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കേണ്ടൊക്കെ വരും. അപ്പോൾ നമ്മൾക്കത് ചിലവാണ്. അതുകൊണ്ട് നോൺ ബെനിഫിഷ്യൽ ഇതാണ് നമുക്ക്. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളൊരു വസ്തു തന്നെ എടുത്ത് പഠിക്കണമെങ്കിൽ എന്ത് വേണം, അത് ഫ്രിക്ഷൻ വേണം അല്ലേ. ഈ ചോക്ക് എൻ്റെ കയ്യിലിരിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ഫ്രിക്ഷൻ വേണം. കാരണം എന്താ, ഈ എൻ്റെ കയ്യിൽ ഈ ചോക്ക് കിടന്ന് ഇരിക്കണം. അപ്പോൾ എന്താണ്, അത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോഴ്സ്, ഈ ചോക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, നമുക്കൊരു വസ്തുക്കൾ ഇരിക്കണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. അതൊരു ബെനിഫിഷ്യൽ കാര്യമല്ലേ, ഒരു ബെനിഫിറ്ററി കാര്യമാണ്, അതൊരു ബെനിഫിഷ്യലാണ്. ഈ വോക്കിങ് ഞാൻ പറഞ്ഞു, നമുക്ക് നടക്കണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താ, അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്ക് തന്നെ അറിയാം, സൈക്കിൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. സൈക്കിൾ നിങ്ങൾക്ക് പുതിയ ടയർ ഇടുമ്പോൾ കുറേ കട്ടകളുണ്ടാവും അല്ലേ. പുതിയ വണ്ടിയുടെ ടയറായി നോക്കി അറിയാൻ പറ്റും. ഈ സൈക്കിളിൻ്റെ ടയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നോക്കിയാൽ മതി, വെറുതെ പ്ലെയിൻ ആയിരിക്കും ഈ സൈക്കിളിൻ്റെ ടയർ അല്ല. സൈക്കിളിൻ്റെ ടയറിൻ്റെ പുറത്ത് കുറേ കട്ടകൾ കാണാൻ പറ്റും അല്ലേ. ആ കട്ടകളൊക്കെ എന്ത് സംഭവിക്കും, കുറേ നാൾ കഴിയുമ്പോൾ ആ കട്ടകളൊക്കെ തേഞ്ഞു പോകും. അപ്പോഴാണ് നമ്മുടെ ടയർ വേഗം പഞ്ചറാവുന്നത്, ആണയിൽ കയറി പഞ്ചറാവുന്നത് അല്ലേ. ഈ ടയറിൻ്റെ മീത് ഇങ്ങനെ പല ഷേപ്പിലുള്ള ത്രെഡിങ് കാണാൻ പറ്റും, കട്ടകൾ ഇങ്ങനെ വെച്ചത് കാണാൻ പറ്റും. അതെന്തിനാണ്, അത് ഈ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം വെച്ചത്. കുറേ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ റോട്ടിൽ സൈക്കിൾ ചവിട്ടി കഴിയുമ്പോൾ ആ കട്ടകളൊക്കെ തേഞ്ഞു പോകും. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടോ, ആ കട്ടകളൊക്കെ തേഞ്ഞു പോകും. അപ്പോൾ എന്ത് സംഭവിക്കുക, പെട്ടെന്ന് പഞ്ചറാവും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടയർ മാറ്റേണ്ടി വരും. അപ്പോൾ അതെന്ത് കാര്യമാണ്, അതൊരു നോൺ ബെനിഫിഷ്യറി കാര്യമാണ് അല്ലേ. വിയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ്. അതേപോലെ തന്നെ എന്താണ്, ഈ കട്ടകൾ കഴിഞ്ഞ മാതിരി തന്നെ ഈ ടയറുകൾ പൊട്ടിപ്പോകാൻ, കീറി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതും എന്ത് തന്നെയാണ്, അത് നോൺ ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കത് ഒട്ടും ബെനിഫിഷ്യൽ അല്ല. നമുക്കത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ടയറൊക്കെ മാറ്റേണ്ടി വരുന്നുണ്ട്, അത് ബെനിഫിഷ്യൽ അല്ല. ഇനി ഫ്യൂവൽ ലോസ്. ഇതാണ്, ഫ്രിക്ഷൻ കൂടും തോറും നമുക്ക് ഫ്യൂവൽ അധികം പോകും
ഓക്കെ. ഫ്രിക്ഷൻ കൂടുന്നതോറും എന്താണ് നമുക്ക് ഫ്യൂവൽ ലോസ് അധികമായിരിക്കും. ഓക്കെ. ഫ്രിക്ഷൻ കൂടുമ്പോൾ നമുക്ക് വണ്ടി നീക്കണമെന്നുണ്ടെങ്കിൽ അധികം ഫ്യൂവൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ് ഫ്യൂവലിൻ്റെ നഷ്ടമാണ് സംഭവിക്കുന്നത് അല്ലേ. അതെന്താണ് അതും ഒരു നോൺ ബെനിഫിഷ്യറി കാര്യമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടായിട്ട് തിരിച്ചുല്ലോ, ബെനിഫിഷ്യറി കാര്യമായിട്ട് തിരിച്ചു, നോൺ ബെനിഫിഷ്യറി കാര്യമായിട്ട് തിരിച്ചു. അപ്പോൾ ഫ്രിക്ഷൻ തന്നെ നമുക്ക് ഉപകാരമുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഉപദ്രവവും തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് 2 ബോക്സാക്കി നമ്മൾ എഴുതാം. നിങ്ങളത് അതായത് ബോക്സിലേക്ക് എടുത്ത് എഴുതാം. നമ്മളെന്താണ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കണ്ടു. ഇനി എന്താണ് ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പല ഷേപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. അത് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഫ്രിക്ഷന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. ഈ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. താങ്ക് യു.